നമസ്കാരം. PK ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വസ്തുതകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം PSCയെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി എന്ന് പറയുന്നത് 5 മാർക്കിനാണ് ഒരു 10ാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷയ്ക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 5 മാർക്ക് എന്ന് പറയുന്നത് 3 സെഷനുകളായിട്ട് അവർ വിഭജിച്ചിരിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. എന്തൊക്കെയാണത്? ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രം. അതിൽ തന്നെ നമ്മൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വസ്തുതകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പാഠപുസ്തകവുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഈ സിലബസിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം എന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്? നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് ശേഷം ഒരു 200 വർഷക്കാലം നീണ്ടുനിന്ന ഒരു കൊളോണിയൽ യുഗത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് വഴിതെളിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കിക്കൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഇന്ത്യ എന്നൊരു രാജ്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറയുക? എന്താണ് ഇന്ത്യ എന്ന രാജ്യം എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്? അതായത് സ്റ്റേറ്റ്സിൻ്റെ ഒരു യൂണിയൻ എന്ന് പറയാം. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. എന്നാൽ പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? സ്വയംഭരണാവകാശമുള്ള ഒരുപാട് നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ അല്ല. ഇന്ത്യയെ കീഴടക്കുക എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളെ കീഴടക്കുന്നതിന് തുല്യമാണ് എന്നാണ് അന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എപ്രകാരമാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിയതെന്നും അവരുടേതായിട്ടുള്ള കൊളോണിയൽ നയങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ അവരുടെ പൊളിറ്റിക്കൽ ഗ്രൗണ്ട് എങ്ങനെയാണ് ഇന്ത്യയെ മാറ്റിയതെന്നുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ, പ്രാചീന കാലം മുതൽക്ക് തന്നെ യൂറോപ്യന്മാർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്നു. അതിൽ ഏഷ്യ വൻകരയും ഉൾപ്പെട്ടിരുന്നു. നമുക്കറിയാവുന്നൊരു വസ്തുത തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് ഇവരെ നയിച്ചു. യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് യൂറോപ്യന്മാരെ നയിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്കൊരു സമുദ്രപാത കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് നമ്മളിനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും യൂറോപ്യന്മാർ വഹിച്ച പുരോഗതി. ഇത് ടെക്സ്റ്റ് ബുക്കിലെ അതേ സെൻറ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും യൂറോപ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതി. പിന്നീട് എന്താണ്? ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്തുവാൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. ഓക്കെ, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. പിന്നീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതായത് നമ്മൾ പറഞ്ഞു 15ാം നൂറ്റാണ്ടിൽ യൂറോപ്യർ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു പാതയുടെ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 ആയപ്പോഴേക്കും തുർക്കികൾ പിടിച്ചടക്കുന്നു. 1453 ആയപ്പോഴേക്കും തുർക്കികൾ പിടിച്ചടക്കുകയും സ്വാഭാവികമായിട്ടും ഇവരുടെ വ്യാപാര ബന്ധം ഇതിനെ ബാധിക്കുകയും ചെയ്തു. അതായത് പാത അടയുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു
ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു മാപ്പാണ്. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ 1453 കീഴടക്കിയതോടുകൂടി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധിക്കാതെ യൂറോപ്യർക്ക് വേറൊരു വഴി കണ്ടുപിടിക്കേണ്ടി വന്നു. ഓക്കെ, അങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അതോടുകൂടി പുതിയൊരു പാത കണ്ടുപിടിക്കുകയാണ്. ആ പാതയുടെ പേരാണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു കടൽ മാർഗം ഒരു വ്യാപാര ബന്ധം കണ്ടെത്തേണ്ടി വരികയും ആ മാർഗത്തിനെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ വിളിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം അതിനെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് വിളിക്കപ്പെടുന്നത്? ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ്. അതായത് എന്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭപ്രതീക്ഷയാണ്. എന്തിലേക്കുള്ള ശുഭപ്രതീക്ഷ? ഏഷ്യയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എന്നുള്ള രീതിയിൽ ഇതിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിച്ചു. ഓക്കെ, 1488 ആയപ്പോഴേക്കും 1488 ആയപ്പോൾ പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ്, ആ പേരൊന്ന് ഓർത്തു വയ്ക്കുക, പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേരുന്നു. അപ്പോൾ 1488 ആരാണ്? ബർത്തലോമിയോ ഡയസ് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന് മോശം കാലാവസ്ഥ കാരണം തിരികെ മടങ്ങേണ്ടി വരുന്നു. അദ്ദേഹത്തിന് എന്ത് പറ്റി? അദ്ദേഹത്തിന് ആ കപ്പലെ അടുപ്പിക്കാനായിട്ട് സാധിച്ചില്ല. പകരം എന്താണ്? പ്രക്ഷുബ്ധമായ കാലാവസ്ഥയായതിനാൽ അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വന്നു. പക്ഷേ ഇത് ഒരു പാഠമായിരുന്നു. എന്തായിരുന്നു? അവർക്ക് ഇത്രയും മോശപ്പെട്ട കാലാവസ്ഥയെ അതിജീവിക്കുവാനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രചോദനം ഈ ബർത്തലോമിയോ ഡയസിൻ്റെ ഈ യാത്ര അവരെ സഹായിച്ചു. ഓക്കെ, അതോടുകൂടി അവർ പുതിയ പുതിയ കപ്പലുകൾ നിർമ്മിക്കുകയും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ അതിജീവിക്കുവാനുള്ള രീതിയിലെ ശക്തമായ ഗതാഗത മാർഗങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആദ്യത്തെ യൂറോപ്യൻ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ്. ആരായിരുന്നു അത്? വാസ്കോ ഡ ഗാമ. 1498 മെയ് മാസം 20-ാം തീയതി ആയപ്പോഴേക്കും ഇതേ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും അദ്ദേഹം കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ കപ്പലിറങ്ങുകയും ചെയ്തു. 1498 മെയ് മാസം 20-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. അതോടുകൂടി ഇന്ത്യ ചരിത്രത്തിലെ ഒരു കൊളോണിയൽ യുഗത്തിന് ആരംഭം കുറിക്കുകയുണ്ടായി. ഓക്കെ, വാസ്കോ ഡ ഗാമ കേരളത്തിൽ കപ്പലിറങ്ങിയതോടുകൂടി 1498 മെയ് മാസം 20-ാം തീയതി കപ്പലിറങ്ങിയതോടുകൂടി ഇന്ത്യ ചരിത്രത്തിലെ ഒരു കൊളോണിയൽ യുഗത്തിന് ആരംഭം കുറിക്കുകയുണ്ടായി. ശരി, അപ്പോൾ വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് എത്തപ്പെടുകയാണ്. നമുക്കറിയാം കേരളത്തിലെത്തപ്പെട്ട ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. എന്നാൽ കേരളത്തിലെത്തപ്പെട്ട ആദ്യത്തെ വിദേശി അവരായിരുന്നോ? അല്ല. അവർ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തുന്ന സമയത്തും ഇവിടെ വ്യാപാരത്തിനായിട്ട് അറബികളുണ്ടായിരുന്നു. മൂർ എന്നറിയപ്പെടുന്ന അറബികൾ ഇവിടെ ഓൾറെഡി വ്യാപാരം ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് പോർച്ചുഗീസുകാരും അറബികളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്? ഒരു കൂട്ടർ അവരുടെ വ്യാപാരം നിലനിർത്തിക്കൊണ്ട് പോവുകയും മറ്റൊരു കൂട്ടർ അവരുടെ ലാഭം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുവാൻ തുടങ്ങുകയും ചെയ്തു. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗാമ ഏകദേശം 3 കപ്പലുകളിലാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്, കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ കപ്പലുകളുടെ പേരെന്ന് പറഞ്ഞാൽ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നിങ്ങനെയുള്ള 3 കപ്പലുകളിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് SCRT ചാപ്റ്ററുകളിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നിങ്ങനെ 3 കപ്പലുകളിലാണ് അവർ കേരളത്തിലേക്ക് എത്തിച്ചേരപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവർ 4 കപ്പലുകളിൽ വരികയുണ്ടായി. എന്നാൽ ഒരു കപ്പൽ ലക്ഷ്യം കാണാതെ തകർന്നു പോവുകയും ബാക്കിയുള്ള 3 എണ്ണം കേരളത്തിലേക്ക് എത്തുകയും ലക്ഷ്യം കാണുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞില്ലേ. ഈ ഒരു മാപ്പ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൻ്റെ സ്ഥാനം. അപ്പോൾ ഇത് ചുറ്റി ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി ചുറ്റി അവർ ഇവിടെ എത്തി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു.
അങ്ങനെ പോർച്ചുഗീസുകാർ കേരളത്തിൽ വ്യാപാരം ആരംഭിക്കുകയും അവർ വന്നതിൻ്റെ 60 ഇരട്ടി മൂല്യമുള്ള ചരക്കുകളുമായി തിരികെ അവരുടെ ജന്മസ്ഥലത്തേക്ക് തിരികെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു കൂട്ടർ അത്യധികമായ ലാഭമുണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽഡിൽ മത്സരമുണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർ അത്യധികമായ ലാഭമുണ്ടാക്കി തിരികെ പോകുന്നത് മറ്റുള്ള യൂറോപ്യൻ ശക്തികൾക്കും ഒരു പ്രചോദനമായിരുന്നു. സ്വാഭാവികമായും അവരും ഇന്ത്യയിലേക്ക് വരുവാനുള്ള പ്രയത്നം ആരംഭിക്കുകയും അതോടുകൂടി ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിച്ചേരുകയും അവർക്ക് ശേഷം ബ്രിട്ടീഷുകാരും അതിനുശേഷം ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ക്രമം കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും, പോർച്ചുഗീസുകാരാണ്. അടുത്തതായി ഡച്ചുകാർ, അതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ, അവസാനമായി ഇന്ത്യയിലേക്ക് എത്തുന്നത് ഫ്രഞ്ചുകാരാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഓർഡർ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തിയ യൂറോപ്യൻ ശക്തികളും അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തികളും പോർച്ചുഗീസുകാരാണ്. ഏറ്റവും അവസാനം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികൾ ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ഈ ഓർഡർ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഓക്കെ, അപ്പം അങ്ങനെ ഡച്ചുകാരെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർച്ചുഗീസുകാരിൽ പ്രചോദിതരായിട്ടാണ് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് എത്തുകയും അവരവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇത് 1602 യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാപനം അവർ സ്ഥാപിക്കുകയാണ്. 1602 യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുകയും അങ്ങനത്തെ ഒരു കമ്പനി ബേസ് ചെയ്ത് ഇന്ത്യയിൽ വ്യാപാര ബന്ധങ്ങൾ ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ് ഡച്ചുകാർ. ഓക്കെ, അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ, ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത് മസൂലി പട്ടണത്താണ് 1605. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ അവരുടെ ഫാക്ടറി സ്ഥാപിക്കുന്നത് മസൂലി പട്ടണത്താണ്. വർഷം 1605. അതിനുശേഷം നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നീ സ്ഥലങ്ങളിൽ കൂടി അവർ വ്യാപാര കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര ഈ സ്ഥലങ്ങളിൽ കൂടി ഡച്ചുകാർ അവരുടെ വ്യാപാര കേന്ദ്രങ്ങളെ വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കുവാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇത്തരം കാര്യങ്ങൾ ഇതിനേക്കാൾ വിവരങ്ങൾ നമുക്ക് നിശ്ചയമായിട്ടും പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്നുള്ള മേഖലയിൽ വരുന്ന സമയത്ത് ഈ യൂറോപ്യന്മാരുടെ വരവ് ബ്രിട്ടീഷുകാരുടെ വരവിനെ എപ്രകാരം സ്വാധീനിച്ചു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതിയോ. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനായിട്ട് ഉണ്ട്. പോർച്ചുഗീസുകാരുടെ വരവിനെക്കുറിച്ച്, ഡച്ചുകാരെക്കുറിച്ച്, ഇവരെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് പഠിക്കുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കേണ്ട ആവശ്യകതയില്ല. പകരം നമുക്ക് ഈ വരവുകളെല്ലാം തന്നെ ഇന്ത്യ ചരിത്രവുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം നമുക്ക് പരിശോധിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 1741 നടന്ന കുളച്ചിൽ യുദ്ധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്താണ് കുളച്ചിൽ യുദ്ധത്തിന് ഇന്ത്യ ചരിത്രത്തിലുണ്ടായ പ്രാധാന്യമെന്ന് പറയുന്നത്? കുളച്ചിൽ യുദ്ധമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് കുളച്ചിൽ യുദ്ധമെന്ന് പറയുന്നത്. ഒരു പ്രാദേശിക ഭരണാധികാരി ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിക്കപ്പെടുന്ന ആദ്യത്തെ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. ഒരു പ്രാദേശിക ഭരണാധികാരി യുദ്ധരംഗത്ത് വച്ച് യൂറോപ്യന്മാരുടെ മേൽ നേടിയ ആദ്യത്തെ നിർണായക വിജയമായിരുന്നു കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഡച്ച് ശക്തിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നതിന് കുളച്ചിൽ യുദ്ധം കാരണമായി. അതുകൊണ്ട് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടതായിരുന്നാലും കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിരുന്നതായിരുന്നാലും കുളച്ചിൽ യുദ്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ഡച്ചുകാർക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ എപ്രകാരമാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നും എന്തായിരുന്നു അവരുടെ ആദ്യകാല രൂപമെന്നും നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിലേക്ക് വരുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇവർ 1600 ആയപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുകയും അവർ എലിസബത്ത് രാജ്ഞി ഇതിലൊരു മെമ്പർ ആയിരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും
എലിസബത്ത് രാജ്ഞി ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ കമ്പനിക്ക് ലൈസൻസ് നൽകിയതോടുകൂടിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, എല്ലാ വലിയ കാര്യങ്ങൾക്കും പിന്നിലൊരു ചെറിയൊരു തുടക്കമുണ്ടായിരിക്കും. ആ ഒരു ചെറിയൊരു തുടക്കമായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയെ ഒട്ടാകെ അടക്കി ഭരിച്ച കൊളോണിയൽ യുഗത്തിന് ആരംഭം കുറിച്ചതായിരുന്നു ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള രീതിയിൽ തുടങ്ങിയ ആ ഒരു കമ്പനിയുടെ രൂപീകരണം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ തുടരെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു കാര്യം, ഈ വരവുകളെല്ലാം എപ്രകാരമാണ് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ള കാര്യം മാത്രമാണ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവുമായി എപ്രകാരം ബന്ധപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന മറ്റൊരു യൂറോപ്യൻ ശക്തിയായിരുന്നു ഫ്രഞ്ചുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ചുകാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ അവസാനമായി എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തികളായിരുന്നു ഫ്രഞ്ചുകാരെന്ന് പറഞ്ഞാൽ, ഈ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ഫാക്ടറികൾ എവിടെയാണെന്ന് ചോദിച്ചാൽ സൂററ്റ്, മസൂലിപട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. സൂററ്റ്, മസൂലിപട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനമായി യാത്ര തിരിച്ച അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട യൂറോപ്യൻ ശക്തികളും പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയുക അത് ഫ്രഞ്ചുകാരാണ്. ഓക്കെ, അപ്പോൾ ഒരു മാപ്പെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാപ്പ് ഒന്ന് പരിശോധിച്ചിട്ട് പോവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം, അപ്പോൾ ഒരേ സമയം പല യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരം യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ തമ്മിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു യുദ്ധമുണ്ടാവുകയാണ്. അതിനെയാണ് ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങൾ എന്ന് പറയുന്നത്. ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങൾ, അതായത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ ഇന്ത്യയിൽ വച്ച് നടന്ന യുദ്ധങ്ങളെയാണ് ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങളെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഈ ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളുടെ ഉറവിടമെന്ന് പറയുന്നത് ഇന്ത്യ അല്ലായിരുന്നു. പകരം യൂറോപ്പിൽ നടന്ന പല പ്രശ്നങ്ങളുടെയും തുടർച്ചയായിട്ടാണ് ഇന്ത്യയിൽ ഇത്തരം യൂറോപ്യൻ ശക്തികൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം യുദ്ധങ്ങൾ പ്രതിഫലിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ശരി, അപ്പോൾ ഈ ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങളെ നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് പറയുക. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1746 മുതൽ 1763 വരെയാണ്. 1746 മുതൽ 1763 വരെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങളെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും, അതായത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു വശത്ത് ബ്രിട്ടീഷുകാരും മറുവശത്ത് ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ശക്തി വിജയിക്കുകയും മറുശക്തി പരാജയപ്പെടുകയും ചെയ്യുന്നു. വിജയിച്ച ശക്തിക്ക് കൂടുതൽ സ്വാധീന മേഖലകൾ പിടിച്ചെടുക്കുവാനുള്ള ഊർജ്ജം അത് നൽകുമ്പോൾ മറ്റേ ശക്തി എന്ത് ചെയ്യുന്നു? കൂടുതൽ ചെറിയ പ്രദേശങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ അപ്രകാരം തന്നെ സംഭവിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ വിജയിക്കുകയും ഫ്രഞ്ചുകാർ വളരെയധികം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയും ചെയ്യാൻ കാരണമായിട്ടുള്ള യുദ്ധമായിരുന്നു ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങളുടെ കാലഘട്ടം ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. 1746 മുതൽ 1763 വരെയാണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധങ്ങൾ, ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അപ്പോൾ എവിടെയാണ്? ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലകളാണ് കർണാട്ടിക് എന്ന് പറയുന്നത്. മൊത്തം 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. കർണാട്ടിക് യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1746 മുതൽ 1763 വരെയാണ്. 1746 മുതൽ 1763 വരെ നടന്ന ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന 3 യുദ്ധങ്ങളെയാണ് നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് പറയുന്നത്.
ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാസി യുദ്ധം എന്ന് പറയുന്ന വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ? 1757 നടന്ന പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് 1757, ആ വർഷം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. 1757 നടന്ന പ്ലാസി യുദ്ധത്തോടു കൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവരുടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കപ്പെടുന്നത് 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ്. എന്തായിരുന്നു പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്? അതായത് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ആ യുദ്ധത്തെ പറയുന്ന പേരാണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് പരിശോധിച്ച പോലെ എന്താണ് പ്ലാസി യുദ്ധത്തിന് ഇന്ത്യ ചരിത്രത്തിലുണ്ടായ പ്രാധാന്യം എന്ന് പറയുന്നത്? പ്ലാസി യുദ്ധത്തിന് ഇന്ത്യ ചരിത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പ്ലാസി യുദ്ധത്തിൻ്റെ വിജയത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഈ പ്ലാസി യുദ്ധത്തിൽ നേടിയ വിജയത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് മിർജാഫർ ആണ്. ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ മിർജാഫർ. സിറാജുദ്ദൗളയുടെ സേനാ നായകനായിരുന്ന മിർജാഫറിനെ സ്ഥാനമാനങ്ങൾ നൽകി സ്വാധീനിക്കുകയും ചെയ്തതിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയം കൈവരിക്കുന്നത്. അതായത് കൃത്യമായ ഒരു ചതിപ്രയോഗത്തിലൂടെയായിരുന്നു ബ്രിട്ടീഷുകാർ പ്ലാസി പിടിച്ചടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ റോബർട്ട് ക്ലൈവിൻ്റെ ഒരു സെൻറ്റൻസ് ഞാനിവിടെ അടിവരയിട്ടിട്ടുണ്ട്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. നമുക്കറിയാം, ഒരു 2000 പട്ടാളക്കാരെ കൊണ്ട് മാത്രം ഇന്ത്യ പോലെയുള്ള വലിയൊരു ഭൂപ്രദേശത്തെ പിടിച്ചടക്കുക അസാധ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സേനാ നായകൻ ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തിയതെന്ന് വച്ചാൽ, അതായത് ഒരു കാരണവശാലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിജയങ്ങൾ സൈനിക ബലത്തിലൂടെ മാത്രമായി ഉണ്ടായിരുന്നതല്ല, പകരം അവർ തന്ത്രപരമായ ചതിപ്രയോഗങ്ങളിൽ കൂടിയും വിജയങ്ങൾ ധാരാളം നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റോബർട്ട് ക്ലൈവ് ഇപ്രകാരം പറയുന്നത്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, നിശ്ചയമായും ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്നുള്ള ഒരു വാക്ക് റോബർട്ട് ക്ലൈവ് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് സൈന്യാധിപനായിട്ടുള്ള റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, പ്ലാസി യുദ്ധത്തിലോടുകൂടി അവർ ബംഗാളിൻ്റെ ഭരണം പിടിച്ചടക്കുകയാണ്. എന്താണ് ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തതിലൂടെ ബ്രിട്ടീഷുകാർക്കുണ്ടായ നേട്ടമെന്ന് പറഞ്ഞാൽ, വളരെയധികം സമ്പന്നമായ ഒരു ഭൂപ്രദേശമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന അനന്തമായ സമ്പത്ത് അവർക്ക് മറ്റു പ്രദേശങ്ങൾ കീഴടക്കുവാനുള്ള ഊർജമായിട്ട് വിനിയോഗിക്കുവാൻ സാധിച്ചു. അങ്ങനെ ഈ കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കുവാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മറ്റൊരു ടോപ്പിക്ക് പറയാനുള്ളത്. 1764 സംഭവിച്ച മറ്റൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സാർ അല്ലെങ്കിൽ ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തായിരുന്നു? അത് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഔദിലെ നവാബായിരുന്ന ഷൂജുദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, ഈ 3 പേരുടെ പേരും വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഔദിലെ നവാബായിരുന്ന ഷൂജുദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, ഈ 3 പേരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ഷാ ആലം രണ്ടാമൻ, ഷൂജുദ്ദൗള, മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അതോടുകൂടി ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കുവാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ നേടിയെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കുവാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ നേടിയെടുക്കുന്നു. എന്താണ്
പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ 1757 പ്ലാസി യുദ്ധം കൃത്യമായ ചതിപ്രയോഗത്തിലൂടെ ബ്രിട്ടീഷുകാർ നേടിയെടുത്ത ഒരു വിജയമായിരുന്നു. മിർജാഫറെ കൊണ്ട് നേടിയെടുത്ത ചതിയിലൂടെയുള്ള വിജയമായിരുന്നു പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ. എന്നാൽ ബക്സാർ എന്ന് പറയുന്നത് കൃത്യമായ സൈനിക വിജയമായിരുന്നു ബ്രിട്ടീഷുകാരുടേത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും 1764 ബക്സാർ യുദ്ധത്തിന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്നുള്ള വിവരങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാനൊരു ടൈം ലൈൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് പരിശോധിക്കാനായിട്ട് പോകാം. 1498 ആയപ്പോൾ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങി. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടു. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടു. 1741 കുളച്ചൽ യുദ്ധം സംഭവിക്കുന്നു. 1746 ഒന്നാം കർണാട്ടിക് യുദ്ധം, 1749 രണ്ടാം കർണാട്ടിക് യുദ്ധം, 1756 മൂന്നാം കർണാട്ടിക് യുദ്ധം, 1757 പ്ലാസി യുദ്ധം, 1764 ബക്സാർ യുദ്ധം. ഓക്കെ, അപ്പോൾ അതായത് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് വാസ്കോഡ ഗാമയുടെ ആഗമനം മുതൽ ബാറ്റിൽ ഓഫ് ബക്സാർ വരെ നമ്മൾ നോക്കി. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ വരവിനെയും വളർച്ചയെയും സഹായിച്ചത് എന്നാണ് ഈ ഒരു രാഷ്ട്രീയ ചരിത്രം എന്നുള്ള ഭാഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ട് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് നമ്മൾ വിവരങ്ങൾ എടുത്തിട്ടുള്ളത് എന്നാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ റെഫർ ചെയ്ത് നോക്കുക. 7ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ ഒന്ന് റെഫർ ചെയ്യുക. 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഒന്ന് റെഫർ ചെയ്യുക. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ചാപ്റ്ററും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റിൽ വളരെയധികം ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് നിങ്ങളെ അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.